മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ രാമായണത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാമായണം എഴുതാനുണ്ടായ കാരണം എന്താണ് ഞാൻ പറയണേ. രത്നാകരൻ കുറേ സന്യാസിമാരുടെ അടുത്ത് ദ്രവ്യങ്ങൾ തട്ടിപ്പറിച്ചത്, എന്നിട്ട് ഭാര്യ അദ്ദേഹത്തിനോട് നെഗറ്റീവായിട്ട് സംസാരിച്ചത്, എന്നിട്ട് ഇനി ആ കാട്ടിലെ കാട്ടാളന്റെ വേഷം മതിയാക്കിയത്, എന്നിട്ട് തപസ്സിരുന്നത്, എന്നിട്ട് വൽമീകത്തിൽ നിന്നുണ്ടായത്, എന്നിട്ട് തമസാ നദീതീരത്തെ ആശ്രമത്തിൽ താമസിച്ചത്, ആ താമസിച്ച് അവിടെ നിന്ന് നദിയിൽ കുളിക്കാൻ വേണ്ടി പോയത്, കുളിക്കാൻ പോയ സമയത്ത് ഒരു പക്ഷിയുടെ ശരീരത്തിൽ അമ്പേറ്റ് അത് പെടഞ്ഞു വീണ് കണ്ട് ഒരു കാട്ടാളനെ മറ്റൊരു കാട്ടാളനെ ശപിക്കാൻ ഒരുമ്പെട്ടത്, ആ ശാപം കൊടുക്കുന്ന സമയത്ത് ക്രൈസിസ് ഓഫ് ദ മൈൻഡ്, അവിടെ നാരദൻ പ്രത്യക്ഷപ്പെട്ട് രാമായണം മുഴുവൻ എഴുതണമെന്ന് പറയുന്നത്. ദശരഥൻ ശ്രവണകുമാരനെ അറിയാതെ വെള്ളത്തിൻ്റെ കുടത്തിൽ വെള്ളം കയറുന്നതിൻ്റെ ശബ്ദം കേട്ട് ആനയാണെന്ന് വിചാരിച്ച് അസ്ത്രമെയ്യുന്നത്, ശ്രവണകുമാരൻ മരിക്കുന്നത്, മരിച്ച ശ്രവണകുമാരൻ്റെ ബോഡി അച്ഛനമ്മമാരുടെ അടുത്ത് എത്തിച്ചപ്പോൾ അവർ ദശരഥനെ ശപിക്കുന്നത്, ദശരഥനും പുത്രദുഃഖം കൊണ്ട് തന്നെ മരിക്കുമെന്ന ശാപവാക്കുകൾ. ആ ശാപവാക്കുകളാണ് യഥാർത്ഥത്തിൽ രാമായണത്തിന് ഉത്ഭവം കുറിച്ചത്, ഉദയം കുറിച്ചത്. എന്നിട്ട് ഇദ്ദേഹം വിവാഹം കഴിച്ച് 3 ഭാര്യമാരിൽ ഉത്തരകാമേഷ്ടി യാഗം നടത്തി 4 മക്കളുണ്ടാവുന്നത്. അതിൽ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും ഭരതൻ്റെയൊക്കെ വിവാഹം നടക്കുന്നത്, അതിനുശേഷം രാമൻ്റെ പട്ടാഭിഷേകം നടക്കുന്നത്. ആ പട്ടാഭിഷേക സമയത്ത് മന്ദര, അന്ന് വരെ നല്ല സ്വഭാവം ഉണ്ടായിരുന്ന മന്ദര പെട്ടെന്ന് വാക്ക് മാറ്റി കൈകേയിയെ ഉപദേശിക്കുന്നത്. ആ കൈകേയിയുടെ ഉപദേശം, അതിൻ്റെ വിശകലനം, കൈകേയിയോട് മന്ദര പറഞ്ഞ രീതി, പറഞ്ഞ വാക്കുകൾ, കൈകേയിയെ കൺവിൻസ് ചെയ്യിപ്പിച്ചത്, കൈകേയിയുടെ മനസ്സ് മാറ്റാൻ മന്ദരയ്ക്ക് എങ്ങനെ സാധിച്ചു, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മാനേജ്മെന്റ് പ്രിൻസിപ്പിളാണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് കൈകേയി ദശരഥന്റെ അടുത്ത് എന്ന് പറഞ്ഞത്, ആ പറഞ്ഞ രീതി, ദശരഥന് ഉണ്ടായ ദുഃഖം, ദശരഥൻ അനുഭവിച്ച ശാരീരിക മാനസിക വേദന, ഇതിൽ കൂസാതെ യാതൊരു കുലുക്കവുമില്ലാതെ കൈകേയി താൻ തീരുമാനിച്ചുറച്ച കാര്യങ്ങൾ ഭരതൻ ഗൗഹാട്ടിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് ദശരഥനോട് പറഞ്ഞ, ദശരഥനെ കൊണ്ട് നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ രാമനോട് കാട്ടിലേക്ക് പോകണമെന്നും 14 വർഷം വനവാസം ചെയ്യണമെന്നും, ആ 14 വർഷം ഭരതൻ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയുടെ സിംഹാസനത്തിലിരുന്ന് രാജ്യഭാരം നടത്തുമെന്നും ഉള്ള വരം വാങ്ങിച്ചത്. ഇതെല്ലാം നമ്മൾ വിശകലനം ചെയ്തു. ഏതിലൂടെ വിശകലനം ചെയ്തു? നല്ല ഒരു രാമഭക്തനാണെങ്കിൽ സംഭവിച്ചതിനെ വിശകലനം ചെയ്തുകൊണ്ട് പോകും. ഒരു സാഹിത്യകാരനാണ് രാമായണം വിശകലനം ചെയ്യുന്നതെങ്കിൽ രാമായണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ബ്യൂട്ടി നോക്കിയിട്ട്, സൗന്ദര്യം നോക്കിയിട്ട് അത് വിശകലനം ചെയ്യും. ഒരു നല്ല സോഷ്യോളജിസ്റ്റാണ്, സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് ഇത് വിശകലനം ചെയ്യുന്നതെങ്കിൽ സമൂഹത്തിൻ്റെ നിലപാടിനെ കുറിച്ചിട്ടായിരിക്കും അദ്ദേഹം വിശകലനം ചെയ്യുക. അതേ സമയത്ത് വളരെ വളരെ നല്ലൊരു മനഃശാസ്ത്രജ്ഞനാണ് ഇത് മുഴുവനും പഠിക്കുന്നതെങ്കിൽ ഈ മന്ദരയുടെ മനഃശാസ്ത്രം എന്തായിരുന്നു, കൈകേയിയുടെ മനസ്സിലേക്ക് മന്ദരയുടെ വാക്കുകൾ വന്ന മനഃശാസ്ത്രം എന്തായിരുന്നു, കൗസല്യയുടെ മനഃശാസ്ത്രം എന്തായിരുന്നു, ദശരഥന്റെ മനഃശാസ്ത്രം എന്തായിരുന്നു, ഇങ്ങനെയായിരിക്കും വിശകലനം ചെയ്യുക. നമ്മൾ വിശകലനം ചെയ്തത് എന്താണ്? ഇവര് ഇൻഡിവിഡ്വലി ഒറ്റയ്ക്കും ഒരുമിച്ചും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് അവര് ഇതിനെ എങ്ങനെയാ മാനേജ്മെന്റ് പ്രിൻസിപ്പിളാക്കി മാറ്റിയത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അറിവ് എല്ലായിടത്തുമുണ്ട്. എടുക്കണമെന്നുള്ള മനസ്സുള്ളവർക്ക് അത് എടുക്കാനുള്ളൊരു വീക്ഷണമുണ്ടെങ്കിൽ
എടുക്കാൻ സാധിക്കും. എനിക്ക് സ്വാമി വിവേകാനന്ദൻ പറയേണ്ടായിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ നോളജ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ യു. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ നോളജ് വിച്ച് ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ യു എന്നാ പറഞ്ഞത്. നിങ്ങളിൽ തന്നെ അറിവുണ്ട്. ആ അറിവുണ്ടെന്ന ബോധം വരുത്തലാണ് എഡ്യൂക്കേഷൻ. ഇറ്റ്സ് ഓൺലി ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ നോളജ് ഓൾറെഡി പ്രസന്റ് ഇൻ യു. ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ആൻഡ് അറ്റൈൻഡ്. അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കണമെങ്കിൽ ഈ എഡ്യൂക്കേഷൻ എന്ന സിസ്റ്റം വേണം. അതാണ് നമ്മളിലുള്ള വിദ്യാഭ്യാസം വെച്ച് ഈ രാമായണത്തിൽ അന്തർലീനമായിരിക്കുന്ന മാനേജ്മെന്റ് തത്വത്തെ വിശകലനം ചെയ്യാൻ സാധിച്ചാൽ ചിന്താതീതമായ അറിവുകളുടെ ഒരു കൂമ്പാരം നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അതിൽ നിന്ന് ലഭ്യമാണ് ആയിരിക്കുമെന്നാണ് അറിയിക്കാൻ ആഗ്രഹിച്ചത്. രാമായണം ഒരു ആത്മീയ ഗ്രന്ഥമേ അല്ല. ശരിക്കു പറഞ്ഞാൽ വാൽമീകി രാമായണം എന്ന ഇതിഹാസം ഒരു ആത്മീയ ഗ്രന്ഥമേ അല്ല. അത് നമ്മളെ പോലെ ഉള്ളവരുടെ ജീവിതഗന്ധിയായ ഒരു നോവലാണ്, ചരിത്രമാണ്, ചരിതമാണ് എന്ന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഏത് രീതിയിൽ പറഞ്ഞാലും ആർക്കും തടയാൻ സാധിക്കില്ല. കാരണം അതെല്ലാമാണ് രാമായണം. ആ രാമായണത്തില് ദശരഥൻ രാമനോട് കാട്ടിലേക്ക് പോകണമെന്ന് പറയാൻ സാധിക്കാതെ തളർന്നു പോയൊരവസ്ഥ. ഇന്ന് പ്രത്യേകിച്ചും എക്കണോമിക്കൽ ക്രൈസിസ് ഉള്ള ലോകത്തില് ചിലപ്പോൾ ചില കമ്പനിയുടെ, ചില വലിയ ഫാക്ടറിയുടെ ഉടമസ്ഥൻ ജനറൽ മാനേജറെ വിളിച്ചു പറയും, താൻ ഒരു കാര്യം ചെയ്യണം, ഇത്രയും ജോലിക്കാരോട് നാളെ മുതൽക്ക് വരണ്ട എന്ന് പറയണം, അവർക്കെല്ലാം 10,000 രൂപയും കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടേക്കാൻ പറയണം എന്ന് പറയുമ്പോൾ ജനറൽ മാനേജർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഡയറക്ടർ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, ആ വേദന നമുക്ക് ഇവിടെ കൈകേയിയുടെ ഉപദേശം കേട്ട് രാമനെ കാട്ടിലേക്ക് അയക്കാൻ വേണ്ടി തയ്യാറെടുക്കേണ്ട ഗതികേടുണ്ടായ ദശരഥനിൽ നമുക്ക് കാണാൻ സാധിക്കും. തന്റെ പ്രിയപുത്രനെ കാട്ടിലേക്ക് അയക്കുക, തന്റെ സ്റ്റാഫിനെ റിട്രഞ്ച് ചെയ്യുക എന്ന് പറയുന്ന മാതിരി മറ്റൊരു രീതിയിലാണ്. അത് സ്റ്റാഫാണ്, ഇത് മകനാണ്. ഈ മാനസികാവസ്ഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറേ കൂടി ഗഹനമായിട്ട് ഒന്ന് വിശകലനം ചെയ്ത് ഈ സമകാലീനമായ പ്രസക്തി കൂടി വിശകലനം ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം. നമസ്കാരം.